നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഇടവം രാശിയെ പറ്റിയാണ് നാം വാരഫലത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇടവം രാശി ശുക്രൻ്റെ സ്വക്ഷേത്രമാകുന്നു, ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമാകുന്നു, ദേവതാ ചൈതന്യത്തിൻ്റെ പൂർണ്ണതയുള്ള രാശിയാകുന്നു ഇടവൻ രാശി. അതുകൊണ്ടാണ് മഹാലക്ഷ്മി അഷ്ടകത്തിലെ ആ ആരംഭ ശ്ലോകം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമർപ്പിച്ചത്. 1199 ഇടവം 16 മുതൽ 22 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം, അതായത് 2024 മെയ് 30 ടു ജൂൺ 5 വരെയുള്ള വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇടവൻ രാശിക്കാർക്ക് പ്രായണ ലഗ്നത്തിൽ സൂര്യൻ, വ്യാഴം, ശുക്രൻ, 3-ൽ മാന്തി, 5-ൽ കേതു, 10-ൽ ചന്ദ്രൻ, ശനി, 11-ൽ ചൊവ്വ, രാഹു, 12-ൽ ബുധൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ലഗ്നാധിപനായ ശുക്രൻ ബലവാനായി നിൽക്കുന്നു. ചെറിയൊരു മൗഢ്യമുണ്ട്, പക്ഷേ ഏകരാശിയിലെ മൗഢ്യം വലിയ പ്രശ്നമല്ല. പിന്നീട് അഷ്ടമാധിപനായ വ്യാഴവും ആ രാശിയിൽ നിൽക്കുന്നു. ലഗ്നാധിപനും അഷ്ടമാധിപനും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ദീർഘായുസ്സാണ്. പിന്നെ ഒരു ത്രിഗ്രഹ യോഗത്തിന് 4-ാം ഭാവാധിപനായ സൂര്യനുമുണ്ട്. ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ഇടവൻ രാശി കഫരാശിയാണ്, കഫപ്രകൃതിയാണ്. ശ്ലേഷ്മരഹ എന്നാണ് ഫലം. ഇവിടെ കഫകാരകനായ വ്യാഴമാണ് അതിശക്തമായ രാശിയിൽ നിൽക്കുന്നത്. വളരെയധികം കഫജന്യമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. അതിനപ്പുറം ഹൃത്കാരകനായ സൂര്യൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ന്യൂമോണിയ വളരെ പെട്ടെന്ന് ബാധിക്കുന്നതാണ്. ന്യൂമോണിയ ബാധിച്ച് പെട്ടെന്ന് ചെസ്റ്റ് കഞ്ചങ്ഷൻ വന്ന് ആശുപത്രിയിലേക്ക് ഓടേണ്ടുന്ന സമയം വരുന്നതാണ്. ശ്രദ്ധിക്കുക. ഒരു വലിയ ആകർഷകത്വം ഇടവൻ രാശിക്കാർക്ക് വരുന്നത് മെയ് 31-ാം തീയതി വെള്ളിയാഴ്ച ബുധൻ ഈ ത്രിഗ്രഹ യോഗത്തോടു കൂടി ചേർന്ന് ഒരു ചതുർഗ്രഹ യോഗത്തെ ഉണ്ടാക്കുന്നു. നല്ലൊരു യോഗമാണത്. ബുധൻ ഇടവൻ രാശിയിൽ വന്നാൽ ധനം, സന്താനം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. ഇന്ന് ബുധൻ 12-ലാണ്. അതുകൊണ്ട് മെയ് 31 വരെയുള്ള സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, രേഖ നഷ്ടപ്പെടുക, ആരെങ്കിലുമായി അനാവശ്യമായിട്ട് ആർഗ്യുമെൻറ്റിൽ ഇടപെടുക, അനാവശ്യമായ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക, ശ്രദ്ധിക്കുക. മെയ് 31 വരെ, ജൂൺ 1 മുതൽ ഈ വാരം വളരെ ശോഭനമാണ്. ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ദോഷങ്ങൾ നാം പറഞ്ഞു. ജന്മവ്യാഴമാണ്, മനസ്സും ശരീരവും തിളക്കമെന്ന് പറഞ്ഞു. എങ്കിലും ഈ യോഗങ്ങളൊക്കെ ആ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്നതാണ്. സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു വാരമായിരിക്കാം. രാത്രി ഉറക്കം കുറയും ഇടവൻ രാശിക്കാർക്ക്. അതുകൊണ്ട് നേരത്തെ കിടന്ന് കാലത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ചൊവ്വ 12-ാം ഭാവത്തിലേക്ക് വരും ജൂൺ 1 മുതൽ. അത്ര നല്ലതല്ല. ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ വരാം. യാത്ര മുടങ്ങാൻ സാധ്യത വളരെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലതാണ്. ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ശാരീരികമായി ഡിസ്ക് പേഷ്യൻസിന്, നടു രോഗികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല ആ ചൊവ്വയുടെ 12-ാം ഭാവത്തിലേക്കുള്ള നിൽപ്പ്. പിന്നീട് സഹോദരപതിയായ ഗ്രഹം നല്ല സ്ഥാനത്തുണ്ട്. കർമ്മത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ലഭിക്കുന്നു. പിന്നീട് കർമ്മസ്ഥാനത്ത് ചന്ദ്രൻ്റെ സ്ഥിതി വലിയ ദോഷത്തെ പ്രദാനം ചെയ്യുന്നില്ല. സുഖം ബാന്ധവേഭ്യ ഖഗേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി. 10-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ നരേശാദിത അഭി, രാജാവ്, അധികാരികൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവർ തന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥ വരുന്നു. പലപ്പോഴും ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ പല കാര്യങ്ങൾക്കും സൂക്ഷ്മമായ ബുദ്ധി ഉപദേശിച്ച് മേലധികാരികളുടെ പ്രീതി പറ്റുവാൻ കഴിയുന്ന വാരമാണ് ജൂൺ 1 മുതൽ ജൂൺ 5 വരെയുള്ള സമയം. വളരെ ടാക്ട്ഫുള്ളായിട്ട് നീങ്ങുക. ബുധൻ കൗശലക്കാരനാണ്. പിന്നീട് കാര്യമായൊരു പ്രാർത്ഥന ഇടവൻ രാശിക്കാർക്ക് 12-ലെ ചൊവ്വ ഉള്ളതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ പായസം
ത്രിമധുരം പഞ്ചാമൃതം ഒരു വഴിപാടായി സമർപ്പിക്കുക. സഹോദര ഗുണം അത്ര അനുകൂലമല്ല. 3-ൽ ഗുളികനുണ്ട്. സഹോദരങ്ങൾക്ക് അരിഷ്ടത വരുന്ന സമയമാണ്. സ്വോത്ഥദ്യുഷൻ സഹോദരങ്ങളുമായി ദ്വേഷിക്കുന്ന അവസ്ഥ സംജാതമാകുന്നതാണ്. നിയന്ത്രണം പാലിക്കുക. പ്രായം ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമാകുന്നു. അനുകൂലമായ ദിനങ്ങൾ ജൂൺ 1-ാം തീയതി ഉത്രട്ടാതി നക്ഷത്രം രാഹുകാലം കഴിഞ്ഞുള്ള 10:30 മുതലുള്ള സമയം വളരെ അനുകൂലമാണ്. പിന്നീട് ജൂൺ 2-ാം തീയതി ഞായറാഴ്ച രേവതി നക്ഷത്രവും വളരെ അനുകൂലമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഈ വാരം മറ്റ് അനുകൂല ദിനങ്ങളൊന്നും തന്നെ ഡോക്ടർ മാരാർജി നിങ്ങൾക്ക് നൽകുന്നില്ല. കാരണം ഈ ജൂൺ 1-ഉം 2-ഉം തന്നെ കർത്തപക്ഷത്തിലെ ദശമിയും ഏകാദശിയുമാണ്. അതുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ജൂൺ 2-ാം തീയതി കൃഷ്ണപക്ഷ ഏകാദശിയാണ്. കൃഷ്ണപക്ഷ ഏകാദശിയായാലും ശുക്ലപക്ഷ ഏകാദശിയായാലും കൃഷ്ണക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ചെറിയ ചെറിയ ക്ലേശങ്ങളെല്ലാം തന്നെ കൃഷ്ണനാൽ പരിഹരിക്കപ്പെടട്ടെ. എല്ലാ ഇടവൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ നേരുന്നു. നന്ദി, നമസ്കാരം.